വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു റാൻഡം ഈവനിങ് വ്ളോഗാണ്. നമ്മൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുക്കക്ക് പയ്യാമ്പലം സ്റ്റുഡൻസിൻ്റെ ഫുട്ബോൾ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ യുക്കയും കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും അവിടെ വരാണ്. അപ്പം ഞാനും കലിമയും യുക്കയും ആണ് പോകുന്നത്. അപ്പം അതിന് മുന്നേ നമുക്കൊന്ന് കൊറിയർ ഓഫീസിൽ പോകാണ്ട്. യുക്കക്ക് കൊറിയർ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പയ്യാമ്പലം പോകും. യെസ്, ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗെറ്റ് റെഡി വിത്ത് മീ. ആ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ഇടുന്നതിനെ കുറിച്ചിട്ടും ഇടാത്ത എൻ്റെ ഫേസിനെ കുറിച്ചിട്ടും. അപ്പോൾ ഇന്നലെ മേക്കപ്പ് ഇട്ടതിന് ശേഷം എൻ്റെ ഫേസിൽ ഫുൾ പിമ്പിൾസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഒരു 4 പിമ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പറഞ്ഞ എന്നോട് എന്തിനാ ഈ മേക്കപ്പ് ഒക്കെ എടുത്തിടാൻ പോയത്. ആക്ച്വലി ശരിക്കും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ഇടണ്ടെന്ന് വിചാരിച്ചു. അതിനോട്ട് ബേബി പ്രൊഡക്ട്സ് ഇട്ട സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല, ബേബി ക്രീം അതൊന്നും ഇട്ട സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും പിമ്പിൾസ് പിന്നെ വന്ന്. പിന്നെന്താ, ഞാൻ ഫൗണ്ടേഷന് ഇപ്പോൾ വാങ്ങില്ല. ഇപ്പോൾ അറിയുന്നത് നോക്കാണ്ട് പൈസ ലാഭം. ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാറുണ്ട്. ലിപ്സ്റ്റിക്ക് ഞാൻ പക്ഷെ അതും കുറഞ്ഞല്ലേ, വാങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം ഡെയിലി ഇടും, എന്നാലും കുറച്ച് ഇടാറ്. അപ്പം അങ്ങനെ. അപ്പം നമുക്ക് പോവാം. അപ്പോൾ 5 മണിക്കാണ് യുക്കക്ക് കളി, ഫുട്ബോൾ മാച്ച് ഉള്ളത്. അപ്പം നമുക്ക് പോവാം. അതിനിപ്പോൾ നല്ല കുർത്തക്കേടാണ്. 6 മാസമായി. അപ്പോൾ അതിനിപ്പോൾ ചെറുതായിട്ട് സോളിഡ്സ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് ഇടണമെന്നുണ്ട്. ഇൻഷാ അല്ലാ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാ അത് ഞാൻ ആയിക്കോ അല്ലേ. ഇൻഷാ അല്ലാ അത് ഞാൻ നോക്കിയിട്ടിടാം. ഓക്കെ, അതിന് ചിരിച്ച് അതിനു. പിന്നെ കലിമാക്ക് നാളെ പബ്ലിക് എക്സാം ആണ്. അവളെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻ വിളിച്ചാൽ അവൾക്ക് പഠിക്കണം, എവിടെയെങ്കിലും വിളിച്ചാൽ അവൾക്ക് പഠിക്കണം. പക്ഷെ നമ്മൾ പയ്യാമ്പലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞ ഞാൻ അവിടെ വന്ന് പഠിച്ചോളൂ. നാളെ പബ്ലിക് മെയിൻ എക്സാം ആണ്. എന്താണ് കലിമ നാളെ? ഏത് സബ്ജക്റ്റ് അവൾ പറയുന്നില്ല, ഏത് സബ്ജക്റ്റ് ആണെന്ന്. ഇംഗ്ലീഷാ? ഇംഗ്ലീഷ് അല്ല, മലയാള ലാംഗ്വേജാ? അവള് പറയുന്നില്ല. നമുക്ക് നോക്കാം അവൾ അവിടുന്ന് പഠിക്കുന്നുണ്ടോ. യെസ്, അപ്പൊ നമുക്ക് പോവാം. റിസൾട്ട് വരുമ്പോൾ 8 നിലയിൽ പൊട്ടും. കൽമാന്റെ റിസൾട്ടിനാണ് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്നത്. കൽമാന്റെ സ്കൂളിൽ നിന്ന് പറഞ്ഞ അവള് ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. നമുക്ക് പ്രതീക്ഷ വെക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യുക്ക കൊറിയർ ഓഫീസിൽ കൊറിയർ ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. അത് എൻവലപ്പ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസ് പരമായിട്ടുള്ള. അപ്പം അതിനോ പിന്നെ ഉമ്മക്ക് നോമ്പുണ്ട്. അപ്പം ഉമ്മക്ക് പണിയിലുണ്ട്, ഉമ്മ വന്നിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് ഉപ്പാൻ്റെ ഒപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇതെവിടെയാ? റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പ്ലാസക്കാണ് നമ്മളുള്ളത്. പിമ്പിൾസ് വന്നിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ ഫേസ് ഇതായി ഗൈസ്. I know. ഗൈസ്, അപ്പോൾ ഈ ഒരു ടർഫിലാണ് യുക്ക കളിക്കാൻ വന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു.
5 മണി കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നടക്കാം. അങ്ങോട്ടേക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കൂ. നല്ല കാറ്റും ഉണ്ട്. ഹലോ ഹായ് പറയുമ്പോ അപ്പൊ നമ്മൾ വിചാരിച്ചു വെറുതെ ഇങ്ങനെ നടക്കാന്ന്. അതിനോന്നിങ്ങനെ എടുത്ത് നടന്നാൽ മതി, അവള് ഹാപ്പിയാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും തണലുണ്ടോ നോക്കിയാണ്. ഇവിടെ എല്ലാം വെയിലുണ്ട്. അപ്പം തണലുള്ള സ്ഥലത്ത് പോയിരിക്കാന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര വെയിൽ. അപ്പോൾ അതിനെ കൊണ്ട് വെയിലത്തിരിക്കൽ കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ ഇപ്പം ആരുമില്ല, ഭയങ്കര കാലിയാണ്. കലിമ ട്ടോ നമ്മുടെ മാരേജ് കഴിഞ്ഞത് ഈ ഒരു മർമറ ബീച്ച് ഹൗസ് 1 year ബാക്ക്. കല്യാണത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും ഈ ഫോണിൽ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് ഇപ്പോൾ യൂക്കാൻ്റെ അടുത്ത് തന്നെ എത്തി. കാരണം അവിടെ കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പാബ്ലോ ബോബോ അവിടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയാലും എന്തെങ്കിലും കഴിക്കാം. നമുക്ക് അവിടെ ഉണ്ട്. അപ്പം നമുക്ക് നടക്കാം. ണ്ട് അപ്പം നമ്മൾ ഈ പാബ്ലോ ബോബിന് ഒരു ചീറ്റോസ് ചിക്കൻ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തു. പിന്നെ ഒരു കിൻഡർ ഐസോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഷേക്ക് ഓർഡർ ചെയ്തു. കലിമ ഇവിടുന്ന് പഠിക്കുന്നുണ്ട്. അവൾ ഫോണിൽ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. പിന്നെ യൂക്ക ബാക്കിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല വൈബാണ് കേട്ടോ. ഇരിക്കാനൊക്കെ നല്ല ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് അവർ. അപ്പം നമുക്ക് അതിന് ഫുൾ ഹാപ്പിയാണ്. അവൾക്കിങ്ങനെ പുറത്ത് പോകാനും കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞ കലിമ? കിൻഡർ ഷെയ്ക്കോ അങ്ങനെ എന്തോ, പിന്നെ ചീറ്റോസ് അങ്ങനെ എന്തോ പറഞ്ഞ സംഭവം, ചിക്കൻ. നമുക്കിത് കഴിച്ചു നോക്കാം. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസും ഇങ്ങനെ ചിക്കനാണ് കേട്ടോ ഉള്ളത്. ചീറ്റോസ് എന്റെ പൊന്നൂറ്റി നപ്പിട്ടിരുന്നടാ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഇതൊരു കിൻഡർ ചോക്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് സെറ്റാക്കി. സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ജ്യൂസും ഈ ഒരു ഷെയ്ക്കും അതുപോലെ തന്നെ ഫ്രൈസും ചീറ്റോസൊക്കെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ കഴിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനിയിപ്പം ഉമ്മ വരുന്നുണ്ട്, ഉമ്മാൻ്റെപ്പരം. ഇപ്പം യുക്ക കളി കഴിഞ്ഞ് വന്നു. ഭയങ്കര കളിയാ, ടയേർഡായി. മോരൊക്കെ കുടിച്ചിട്ട് ഗൈസ്. അപ്പോൾ ഉമ്മ വന്നു. ഉമ്മ ഇങ്ങോട്ട് വാ, ഉമ്മ ഇങ്ങോട്ട് വാ, പറയാക്കല്ലേ. അപ്പം ഉമ്മാനെ ഉപ്പ കൊണ്ടാക്കിയിട്ട് പോയി. ഉമ്മക്ക് നോമ്പുണ്ട്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചായ കുടിക്കാനല്ലോ ഉമ്മ? ചായ കുടിക്കാനോ നോമ്പ് തുറക്കാൻ പോകുന്നതാണ്. നോമ്പ് തുറക്കാൻ പോകുന്ന യൂക്കാന കളിയെല്ലാം കഴിഞ്ഞ് വന്നു. ഒക്കെ ടയർഡായി. യൂക്കാൻ്റെ സ്റ്റുഡൻസിൻ്റെ കലുവത് യൂക്ക കളിച്ചിട്ടില്ല. ഓക്കെ, അപ്പം യൂക്കാൻ്റെ സ്റ്റുഡൻസിൻ്റെ മാച്ചാണ് കാലിക്കറ്റ് വെച്ചിട്ട് തിങ്കളാഴ്ച. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്നത്. അപ്പം നമുക്ക് ബാങ്ക് കൊടുക്കാനായിട്ടില്ല. അപ്പം ബാങ്ക് കൊടുത്തിട്ട് നമുക്ക് ഉമ്മാൻ്റെ നോമ്പ് മുറിക്കാം. പാബ്ലോ ബോബിൻ്റെ അവിടുന്ന് പറഞ്ഞതൊന്നും ഇടാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം അവിടെ ഫുൾ സോങ് ആയതുകൊണ്ട് ഒന്നുകിൽ കോപ്പിറൈറ്റ് വരും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പം ഇങ്ങനെ നമുക്ക് ഫൈൻ വന്നു. നമ്മൾ നേരത്തെ കൊറിയർ ഓഫീസിൽ അവിടെ പാർക്ക് ചെയ്ത സമയത്ത് പോലീസ് ഫൈൻ ചെയ്തിട്ടുണ്ട് 500 rupees. കൊറിയർ അടക്കാനാകാം 150 എങ്ങാനാകാം. പക്ഷെ അവിടെ വെച്ചതിന് നമുക്ക് 500 rupees ഫൈൻ വന്നു. ഇപ്പൊ കുറെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ബസ്സിലൊക്കെ. പയ്യാമ്പലം പുൽമുട്ടിന്റെ ഇത് കഴിഞ്ഞ ഇവിടെ പുൽമുട്ടിന്റെ വർക്ക് നടക്കുന്നുണ്ട് പയ്യാമ്പലം. ഏകദേശം ഒന്ന് ആയി
അവിടെ ടർഫ് ആടിയിട്ട് പാർക്കിംഗ് ആക്കുന്നേ നോക്കിയിട്ട് തുറന്നിട്ട് വരുന്നു. ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് വാട്ടൂട്ടിന് അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ആദ്യം വർക്ക് കിടക്കുന്നോണ്ട് തന്നെ അങ്ങനെ പയ്യാമ്പലത്ത് അധികം ആൾക്കാരൊന്നും വരാറില്ല. ബട്ട് ഇന്ന് നല്ല ആൾക്കാരുണ്ട്, നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്. ഇവിടുത്തെ കിഡ്സ് ബേ കണ്ടോ? കാണുന്നുണ്ടോ? കാണൂല. കണ്ടോ അവിടെ. അപ്പൊ അയിനൂനിപ്പം അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. 1 year ആവണം തോന്നല്ലേ. 1 year ആയിക്ക് തന്നെ അയിനൂനെയും കൂട്ടിട്ട് വരാം. നല്ല കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ അടിപൊളി സംഭവം. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. ഇത് പറഞ്ഞാൽ തീറ്റ ഫുഡ് അല്ലേ? ഫുഡ് ചായ എന്ന് പറയുന്ന സംഭവം. ടീ ഞാൻ കുടിക്കാറേ ഇല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് ടീ കുടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഫുൾ ടീ ഇല്ലാണ്ട് എനിക്കാവുന്നില്ല. അങ്ങനത്തെ അവസ്ഥയായി. ഞാൻ 2 നേരമൊക്കെ ടീ കുടിക്കും. എന്താ ചെയ്യാ? കറുത്തുപോയി. അപ്പൊ നമുക്ക് ചായ കുടിക്കുന്നിടത്ത് കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ചായ കുടിക്കാൻ സ്ഥിരം വരുന്ന സ്ഥലമാണ് കഫേ മൈസൂർ, മസ്കോട്ട് പാരഡൈസ്. ഇവര് തന്നെ ഇത് മസ്കോട്ട് പാരഡൈസിൽ തന്നെ കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാം. ഞാനൊരു പരിപ്പ് വടയും ചായയും. ചായ ഇപ്പം വരും. നേരത്തെ കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളാണ് ഗൈസ്. അപ്പം പരിപ്പ് വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഒന്നും അധികം പരിപ്പ് വടയും കഴിക്കാറ്. നമുക്ക് ചായ കുടിക്കാം. ചായ അടിപൊളി ചായ. അടിപൊളി. ഇല്ല, ഉമ്മാന്റെ ചായക്ക് മധുരം കുറവാണ്. ബട്ട് ഇത് നല്ല മധുരമുണ്ട്. അടിപൊളി ചായ കേട്ടോ. എനിക്കൊരു ബൈറ്റ് നോക്കട്ടെ. പരിപ്പ് വട കിട്ടില്ല. അടിപൊളി ടേസ്റ്റ്. ബൂസ്റ്റ് ആണ്. ഇത്ര ഇയറായിട്ട് ബൂസ്റ്റ് നോക്ക്, ഇത്ര ഇയറായിട്ട് ഉമ്മ ഉണ്ടാക്കിയ ചായ എന്താ ടേസ്റ്റ് പറഞ്ഞിട്ടില്ല. ബട്ട് ഇത് കിട്ടിയപ്പോ നമുക്ക് നല്ല ഈ കളിയുമുണ്ടല്ലോ ഭയങ്കര കുത്തിരിപ്പ്. നമ്മള് ഉമ്മ ചായ ഉണ്ടാക്കിയാൽ നമ്മള് എക്സ്ട്രാ ഷുഗർ ഇട്ടിട്ടാണ് കൊടുക്കാറ് അല്ലേ? ചായ ഇങ്ങനെ സൗണ്ട് ആക്കി കുടിക്കുമ്പോ വേറെ ടേസ്റ്റ്. ചായ കുടിച്ചതിന് നേരെ ബാങ്ക് കൊടുത്ത് ഉമ്മ കുടിച്ചു നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ചെറിയൊരു ഈ ഒരു ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ബൈ 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 പറ. ബൈ ബൈ.